ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്താ പറയുക പ്രൈവസിയും അതുപോലെ തന്നെ സെക്യൂരിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡായി താൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലി എല്ലാ എന്താ പറയുക ഇതിൻ്റെ എക്സ്പേർട്സുകളും പറയുന്ന ഒരു ബ്രാൻഡാണ് സാംസങ്. അതായത് സാംസങ്ങിൻ്റെ എന്താ പറയുക സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി വേറെ ആൻഡ്രോയിഡ് ഡിവൈസുകൾക്ക് ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്കറിയാം നോർമലി ആൻഡ്രോയിഡും അതുപോലെ തന്നെ iOS കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് iOS-നാണ് ആക്ച്വലി കുറച്ച് പ്രൈവസിയും സെക്യൂരിറ്റിയും കൂടുതൽ. എന്താ വെച്ചാൽ അതിൽ അത് വലിയ ആനക്കാര്യമൊന്നുമല്ല. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് OS ആണ്. അതുകൊണ്ട് തന്നെ ആർക്ക് വേണമെങ്കിൽ എടുത്ത് ആർക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യാം. മറ്റേതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു OS ആണ്. അപ്പോൾ ആപ്പിളിന് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിന് വേറെ സെപ്പറേറ്റ് വേറെ ബ്രാൻഡുകൾക്കൊന്നും ആ OS ഇറങ്ങി വരാത്തത്. അതാണ് വൺ ഓഫ് ദ മെയിൻ റീസൺ. അല്ലാണ്ട് ആനക്കാരായിട്ട് അത് വലിയ സംഭവമായിട്ടൊന്നുമല്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആൻഡ്രോയിഡ് ഓപ്പൺ സോഴ്സ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ഇപ്പോൾ ഇത് എല്ലാവർക്കും അക്സസബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള മാൾവെയർസും വൈറസുകളും ഉണ്ടാക്കാനും ആൾക്കാർക്ക് സുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആൻഡ്രോയിഡാണ് നോർമലി മോർ വൾണറബിൾ ദാൻ iOS. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ വേറൊരു ചേഞ്ചസ് എന്ന് വെച്ചാൽ നമുക്ക് ആൻഡ്രോയിഡിലേക്ക് നമുക്കൊരു സിസ്റ്റത്തിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അതായത് ഏതെങ്കിലും ഒരു ഡാറ്റാബേസിനുള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്കത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു നോർമൽ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ നിങ്ങളുടെ ആൻഡ്രോയിഡ് ഡിവൈസ് ഹാക്കായി കഴിഞ്ഞാൽ ആ വാട്സപ്പ് ത്രൂ കയറി കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ ഉള്ളിൽ കൂടെ ഫുള്ള് എല്ലായിടത്തും എത്താൻ പറ്റും. പക്ഷേ iOS-ന്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്കിപ്പോൾ വാട്സപ്പാണ് ഹാക്കായെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതായത് സെപ്പറേറ്റ് ഡാറ്റാബേസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഹാക്കായി കഴിഞ്ഞാൽ വാട്സപ്പ് മാത്രമേ ഹാക്കാവുള്ളൂ, ഫുൾ ഫോൺ ഹാക്കാൻ പറ്റില്ല. അതാണ് വേറൊരു പ്ലസ് പോയിന്റ് iOS-ന്റെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ആൻഡ്രോയിഡിൽ സേഫസ്റ്റ് ഡിവൈസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് സാംസങ് തന്നെയാണ്. മോസ്റ്റ്ലി അല്ല, നിങ്ങൾ ഏത് എക്സ്പേർട്സോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്താ വെച്ചാൽ സാംസങ്ങിൻ്റെ നിങ്ങൾക്ക് ഓൾറെഡി കേട്ടായിരിക്കും. നിങ്ങൾ സാംസങ് യൂസർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളൊരു അത്യാവശ്യം ടെക് അറിയാവുന്ന ഒരു ആൾക്കാരെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ തന്നെ നിങ്ങൾ കേട്ടായിരിക്കും സാംസങ് നോക്സ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങൾ കേട്ടായിരിക്കും. ഇത് ആക്ച്വലി അവരുടെ ഒരു എന്താ പറയുക ഒരു സെപ്പറേറ്റ് സെക്യൂരിറ്റി എന്താ പറയുക ചിപ്പ് ലെവലായിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് നിങ്ങൾക്കിത് സോഫ്റ്റ്വെയറോ സംഭവമൊന്നുമല്ല. അവരെ ഫോൺ ഉണ്ടാക്കുമ്പോൾ തന്നെ അവരുടെ ചിപ്പ് ലെവലായിട്ട് വരുന്ന ഒരു സെക്യൂരിറ്റി ചിപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നോക്സിനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക സെക്യൂരിറ്റി സൈഡിൽ നിന്ന് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ്. അത് മാത്രമല്ല, നമുക്ക് സാംസങ് ഇപ്പോൾ എല്ലാ കൊല്ലവും നമ്മുടെ അപ്ഡേറ്റ്സ് വരുമ്പോഴും അതുപോലെ തന്നെ മെയിനായിട്ട് അവരുടെ പ്രത്യേകിച്ച് മെയിൻ 1 UI അപ്ഡേറ്റ് വരുമ്പോൾ തന്നെ അവരുടെ നോക്സ് സെക്യൂരിറ്റിയും ഫേംവെയർസും അപ്ഡേറ്റ് ആവുന്നുണ്ട്. അത് മാത്രമല്ല മന്ത്ലി വരുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ നോക്സ് ഫേംവെയർ അപ്ഡേറ്റ് ആകുമ്പോൾ അതിന് സെപ്പറേറ്റ് ഫീച്ചേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഫോൺ ഓഫായി കിടക്കാൻ, അതായത് പവർ ഇല്ലാണ്ട് എന്താ പറയുക സ്വിച്ച് ഓഫ് ആയി കിടക്കുകയാണെങ്കിൽ തന്നെ സാംസങ് നോക്സ് ഓൺ ആയിരിക്കുന്നവർ പറയുന്നത്. അപ്പോൾ അത് മാത്രമല്ല ഡിഫറെൻറ്റ് ഗവൺമെൻറ് ഏജൻസീസ്, അതായത് ഡിഫറെൻറ്റ് കൺട്രീസിലത്തെ ഗവൺമെൻറ് സെക്യൂരിറ്റി ഏജൻസീസുകളൊക്കെ ആക്ച്വലി ഇതിന് അപ്രൂവലും സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സാംസങ് നോക്സിന്. അപ്പോൾ അത്രയും ഒരു എന്താ പറയുക ഒരു മിലിറ്ററി ലെവൽ സെക്യൂരിറ്റി തരുന്നൊരു എന്താ പറയുക ഒരു എന്താ പറയുക മെത്തേഡ് അല്ലെങ്കിൽ ടെക്നോളജി എന്ന് വേണമെങ്കിൽ പറയാം സാംസങ് നോക്സിനായിട്ട്. അപ്പോൾ ഞാനും സാംസങ് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം എൻ്റെ പ്രൈമറി ഡിവൈസ് ആയിട്ട് ഞാൻ സാംസങ് ആണ് ഉപയോഗിക്കുന്നത്. ഞാൻ ഈ ഫോണിനെ സെക്കൻഡേക്ക്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു സാംസങ്ങിൻ്റെ ഞാൻ കുറേ ഫോണുണ്ട്. ഇപ്പോൾ വാച്ച് ഉപയോഗിക്കുന്നുണ്ട്, ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് ടാബ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം അതിൽ വേറൊരു സാംസങ്ങിൻ്റെ ഫോണുണ്ട്, M സീരീസിൻ്റെ ഒരു ഫോണുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ഡിവൈസ്. ഇപ്പോൾ എൻ്റെ മോണിറ്റർ സാംസങ്, ഇതിന് ആക്ച്വലി നോക്സ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ഇത് സ്മാർട്ട് മോണിറ്ററാണ്. പിന്നെ നമ്മുടെ മെയിൻ സ്മാർട്ട് ടിവിയും അതും ഇതാണ് സാംസങ്ങിൻ്റെ. ഫ്രിഡ്ജൊക്കെ തന്നെ പോട്ടെ, അത് തന്നെ നമുക്ക് സ്മാർട്ടായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഡിവൈസുകൾക്ക് നമുക്ക് സാംസങ് നോക്സ് ഭയങ്കര എന്താ പറയുക ഒരു എക്സ്ട്രാ ലെയർ ഓഫ് സെക്യൂരിറ്റി. എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് പ്രൈവസി അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരിപാടി. നിങ്ങൾക്കറിയാം ഡാറ്റ ലീക്ക് വരുന്നതും എന്തുകൊണ്ടാണ് അങ്ങനെ ഡാറ്റ ലീക്സും സംഭവങ്ങളൊക്കെ വരുന്നത്. ഡാറ്റ വിൽക്കുകയാണ്, ബാങ്കുകളൊക്കെ ഇപ്പോൾ ഡാറ്റാസ് വിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അത് ശരിയാണ്, അത് വിൽക്കുന്നു പറയുന്നതല്ല, ശരിക്കും വിൽക്കുന്നുണ്ട്. നല്ല വില കിട്ടുന്നുണ്ട് ഇവർക്കൊക്കെ. അപ്പോൾ ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഐഫോൺ അവരുടെ സിറി നമ്മുടെ ഡാറ്റ ലീക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. എന്തുകൊണ്ടാണ് ലീക്ക് ചെയ്യുന്നത്? അവർക്ക് ഫോൺ വിൽക്കാനായിട്ട് കൂടുതൽ കാശ് ഡാറ്റ ലീക്സ് നിന്ന് കിട്ടും. അതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ റീസെൻ്റ്ലി ഫൈനൊക്കെ വന്നിട്ടുണ്ടെന്നില്ല, 800 കോടിക്കാണ് ഫൈൻ വന്നിട്ടുണ്ട്. അവർക്കത് പുല്ലാണ്. അവർക്ക് ഒരു കൊല്ലം ഡാറ്റ ലീക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ ട്രിപ്പിളും അതിൻ്റെ 5 ഇരട്ടി 4 ഇരട്ടി 10 ഇരട്ടിക്ക് കിട്ടും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഡാറ്റാസുകൾ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിങ്ങളൊരു ആൻഡ്രോയിഡ് ഡിവൈസിൽ ബെസ്റ്റ് എന്താ പറയുക ഒരു സെക്യൂർ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അത് സാംസങ് തന്നെയാണ്. സാംസങ് നോക്സ്, അതുപോലെ തന്നെ ഒരു സെക്യൂർ ഫോൾഡർ നിങ്ങൾ ഓൾറെഡി കണ്ടിരിക്കും. സെക്യൂർ ഫോൾഡർ എന്ന് പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് എന്താ പറയുക ഒരു ഡാറ്റാബേസ് എന്ന് വേണമെങ്കിൽ പറയാനേ. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ നോർമലി ഇപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ലോക്ക് ആപ്പുകളും സംഭവമൊക്കെ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. ആ സംഭവം അല്ല സെക്യൂർ ഫോൾഡർ, സെപ്പറേറ്റ് ഡിഫറൻ്റ് ആണ്. മറ്റേത് ജസ്റ്റ് ലോക്ക് ചെയ്യുള്ളൂ. അതായത് നമുക്കിപ്പോൾ ആരെങ്കിലും നമ്മുടെ ഫോൺ OS കൂടെ പോയിട്ട്
ആ സാധനം ആ ഒരു ഫോൾഡർ കയറാൻ നോക്കി കഴിഞ്ഞാൽ അത് ലോക്ക് വരും, അത്രേ ഉള്ളൂ. ഇപ്പോൾ വൈറസുകൾക്കും മാൽവെയർക്കും ഹാക്കിങ്ങിനൊക്കെ കയറി കഴിഞ്ഞാൽ അതൊക്കെ അതിന് സുഖമായിട്ട് എടുക്കാം. പക്ഷേ ഈ സെക്യൂർ ഫോൾഡറിൽ അങ്ങനെയല്ല, അത് സെപ്പറേറ്റ് ആണ്. അവർക്കത് ഹാക്ക് ചെയ്യാൻ തീരെ എളുപ്പമല്ല. നല്ല സെക്യൂരിറ്റി നമ്മളെന്താ പറയുക എൻക്രിപ്റ്റഡ് ആണ് സാധനം വെക്കുന്നത്. അപ്പോൾ അത് ഡിഫറൻസ് സംഭവമാണ്. അപ്പോൾ സാംസങ് ഇല്ലാത്തത് ഇപ്പോൾ ആപ്പ് ലോക്ക് ഫീച്ചർ ഇപ്പം ഇല്ല. അത് എനിക്ക് തോന്നുന്നത് 1UI 7 വരുന്നെന്ന് പറഞ്ഞ് കേട്ടേക്കുന്നത്. ഇപ്പോൾ 1UI 7 ഇനിയും ഇഷ്ടം പോലെ സെക്യൂരിറ്റി ഫീച്ചേഴ്സും എക്സ്ട്രാ അഡീഷണൽ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊരു പോരാതിന് എല്ലാ മാസം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഫോണൊക്കെ ഹൈ എൻഡ് ഡിവൈസുകളാണ്, ഇവിടുത്തെ A series ആയാലും A series എനിക്ക് തോന്നുന്നത് എല്ലാ 2 മാസമായിരിക്കും വരുന്നുണ്ടാവുക. S series Z series ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ മാസവും സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നതായിരിക്കും. സെക്യൂരിറ്റി അപ്ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവം ഉണ്ട്. പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ സെക്യൂരിറ്റി കൺസേൺ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഇപ്പോൾ ഭയങ്കര സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര കൺസേൺ ആണത്. പറയുമ്പോൾ ഔട്ട് ഓഫ് വാറന്റി ആണെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ അടിച്ച് പോലും, അത് എല്ലാ ബ്രാൻഡിനും ഉണ്ട്, വേറെ കാര്യം. അത് ശരിക്കും ആക്ച്വലി ബ്രാൻഡ് നമ്മുടെ OnePlus ചെയ്ത പോലെ തന്നെ ഡിസ്പ്ലേക്ക് നമുക്ക് ലൈഫ് ടൈം ഫ്രീ വാറന്റി കൊടുക്കണം. എന്താ വെച്ചാൽ ഈ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കുറേ പേര് നമ്മളോട് ചോദിക്കേണ്ടതാണ്, ഞാൻ പുതിയ ഫോൺ എടുത്തിട്ടുണ്ട്, ഇനി സെക്യൂരിറ്റി അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ മന്ത്ലി? ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി കുറയും, അതാണ് മെയിൻ ഇഷ്യൂ. വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളുടെ ഫോൺ അണ്ടർ വാറന്റി ആണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാം. അത് കഴിഞ്ഞാലാണ് പ്രശ്നം. അതായത് ആപ്പിൾ ആയാലും സാംസങ് ആയാലും OnePlus ആയാലും പിക്സൽ ആയാലും എല്ലാം റിസ്ക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഡിസ്പ്ലേ അടിച്ച് പോകുന്ന പരിപാടി. അപ്പോൾ OnePlus ഇപ്പോൾ എന്തായാലും റിസ്ക് ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് ലൈഫ് ടൈം ഫ്രണ്ട് ഡിസ്പ്ലേക്ക് അവർ കൊടുക്കുന്നുണ്ട്, ഗ്രീൻ ലൈൻ ഇഷ്യൂക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം അവർക്ക് ഇനി OnePlus 13 കൊടുക്കുന്നവർക്കൊന്നും പേടിക്കണ്ട. നിങ്ങളൊരു ബെസ്റ്റ് ഫോൺ, അതായത് പ്രത്യേകിച്ച് സ്നാപ്ഡ്രാഗൻ്റെ 88 ഫോണൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ OnePlus 13 കിടിലൻ സാധനം. ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ ട്രൈ നോക്കിയിട്ടുണ്ടായിരുന്നു. കിടിലൻ സാധനമാണ്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുകയാണെങ്കിൽ ആ ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ബെസ്റ്റ് ബൈ അല്ലെങ്കിൽ താഴെ കൊടുക്കാം. ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, ചാടിക്കറി എടുത്തോട്ടാ. നല്ല കിടിലൻ സാധനം. അതുപോലെ തന്നെ ഇപ്പം ഇനി പേടിക്കും വേണ്ട അപ്ഡേറ്റിന്, ഡിസ്പ്ലേ അടിച്ച് പോയാലും. അതുപോലെ തന്നെ ഫസ്റ്റ് 6 മാസത്തേക്ക് അതിന് മദർ ബോർഡ് എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ പുതിയ ഫോൺ എടുത്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇവിടെ. നിങ്ങൾ അവരുടെ OnePlusൻ്റെ അതിൽ സൈറ്റിൽ കയറിയിട്ട്, സൈറ്റല്ല അവരുടെ ഫോണിൽ തന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് അത് രജിസ്റ്റർ ചെയ്യുന്ന ക്ലെയിം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പുതിയ ഫോൺ കിട്ടും എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ എന്താ പറയുക ഫ്ലോസും കാര്യങ്ങളൊക്കെ കണ്ട് പഠിച്ചിട്ട് അതിന് സൊല്യൂഷൻസും ഇറക്കി കൊടുക്കുന്നുണ്ട് OnePlus. അത് ഒരു തംസപ്പ് കൊടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്ന് വെച്ചാൽ എല്ലാ ബ്രാൻഡും ഇതുപോലെ തന്നെ ഗ്രീൻ ലൈൻ ഡിസ്പ്ലേ ഇഷ്യൂവിന് ശരിക്കും വാറണ്ടി കൊടുക്കേണ്ടതാണ്, ലൈഫ് ടൈം വാറണ്ടി. എന്ന് വെച്ചാൽ അവരുടെ ഇഷ്യൂ കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അത് മെയിൻ ഇഷ്യൂ എന്താ വെച്ചാൽ ഇന്ത്യയിൽ അധികം ആൾക്കാരൊന്നും ഇതിനെതിരെ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ലീഗലായിട്ട് മൂവ് ചെയ്യുന്നില്ല. അതാണ് മെയിൻ പ്രോബ്ലം. അപ്പോൾ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആപ്പിൾ ഏറ്റവും കൂത്തറ സാധനമില്ലേ, അവന്മാർ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് പോലില്ല. അങ്ങനത്തെ അങ്ങനെയാണ് അവരുടെ ഒരു പെരുമാറ്റം. ഇങ്ങനൊരു സംഭവം അവരുടെ ഫോണിൽ വരാത്ത പോലെയൊക്കെയാണ്. ഇതുവരെയായിട്ട് ഒറ്റ എന്താ പറയുക ഇതുപോലെ ഈ ഇഷ്യൂവിന് വേണ്ടിയിട്ട് എന്താ പറയുക ഒഫീഷ്യലി നോട്ടിഫിക്കേഷൻ കൊടുക്കുക അല്ലെങ്കിൽ അതിന് ഒരു റീപ്ലേസ്മെന്റ് കൊടുക്കുക, അങ്ങനെ ഒരു പരിപാടിയും ചെയ്യാത്തത് ആപ്പിൾ മാത്രമാണ്. ബാക്കി എല്ലാ ബ്രാൻഡും എന്തെങ്കിലുമൊക്കെ സാധനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാംസങ് ആണെങ്കിൽ ചില മോഡൽസുകളൊക്കെ ഒരു ഫ്രീ റീപ്ലേസ്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട്. അത് പോലെ ശരിക്കും നമ്മുടെ OnePlus ചെയ്ത പോലെ എല്ലാ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കണം, അത് വേറെ കാര്യം. പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് പറഞ്ഞാലുണ്ട്. അപ്പോൾ ഞാൻ തന്നെ പോക്കി പറയുന്നതല്ല. നമ്മൾ ഒരു ബ്രാൻഡിയും എന്താ പറയുക ബ്രെയിൻലെസ് പറയാൻ ബ്രെയിൻലെസ് ആയിട്ടുള്ള ഫാനൊന്നുമല്ല. അത് പൊട്ടന്മാർ തന്നെ ഉള്ളൂ. ബ്രെയിൻലെസ് ഫാൻ എന്ന് പറയുന്നുണ്ടല്ലോ, അത് ഇത് OnePlus ആയാലും ബ്രാൻഡ് ആയാലും ആളുകളെ കുറിച്ചുള്ളതായാലും അതിന് ബ്രെയിൻലെസ് തന്നെ പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക ആൾതാമസം ഇല്ലാത്ത ആൾക്കാരെന്നൊക്കെ പറയുമല്ലോ തലയിൽ, അതിന് ശരിക്കും പച്ചയ്ക്ക് ഞാൻ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതിന് വേറെ എക്സ്പ്ലനേഷൻ ഒന്നുമില്ല. അപ്പോൾ നിങ്ങളൊരു എന്താ പറയുക ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ തന്നെയാണ് സാംസങ്. പ്രത്യേകിച്ച് അതിൽ സാംസങ് നോക്സ് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ മറക്കണ്ട. എനിക്ക് തോന്നുന്നത് A സീരീസിനൊക്കെ ഉണ്ട്, M സീരീസിന് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇതെൻ്റെ M സീരീസിന് ഫോണാണ്, പക്ഷെ ഇതിലില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ചില M സീരീസിലൊക്കെ വരുന്നുണ്ട്, F സീരീസിലൊന്നും ഇല്ല നോക്സ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നത് 30-35 അബോവ് ഫോണുകൾക്കൊക്കെയാണ് നോക്സ് സെക്യൂരിറ്റി അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടാബ് ആയാലും A സീരീസിനൊന്നും ഇല്ല കേട്ടോ. ഇതെൻ്റെ S9 ടാബാണ്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് സാംസങ് നോക്സ് ഉണ്ട്. ഇത് IP69 ആണ്, വാട്ടർ പ്രൂഫ് സംഭവമൊക്കെയാണ്. ഞാനത് മെയിൻ ഫോൺ എടുക്കുമ്പോൾ അതും നോക്കാറുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് IP68 ഭയങ്കര കുറച്ച് ഇഷ്ടമുള്ള പരിപാടിയാണ്. പറയുമ്പോൾ അതിന് വാറണ്ടി സംഭവമൊന്നുമില്ല, എന്നാലും ഒരു എന്താ വെച്ചാൽ നമുക്കറിയാം ഇങ്ങനെ കേസൊക്കെ ഇട്ട് ഉപയോഗിക്കുമ്പോൾ അതിൽ അത്യാവശ്യം നല്ല പൊടി കയറും. ഞാൻ തന്നെ നോർമലി ഞാൻ എന്താ പറയുക തുണി നനച്ചിട്ട് തുടയ്ക്കാറ് പതിവ്. എന്ന് വെച്ചാൽ അങ്ങനെ അല്ലെങ്കിൽ അല്ലാണ്ട് ഈ ഡസ്റ്റും കാര്യങ്ങളൊന്നും പോവില്ല. ഡയറക്ട്ലി നമ്മുടെ ഹൈ പ്രഷറിലൊന്നും IP68 ആണെങ്കിൽ വാഷ് ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ എന്നാലും നമ്മുടെ നോർമൽ എന്താ പറയുക ഭയങ്കര ഹൈ പ്രഷർ ഇല്ലാത്ത നമ്മുടെ നോർമൽ ടാപ്പിലൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ. IP69 വന്നിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഹൈ പ്രഷർ ആയാലും കയറില്ല എന്നാണ് പറയുന്നത്. പക്ഷെ ഇതിനൊന്നും വാറണ്ടി ഇല്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ഡിസ്ക്ലൈമർ പോലെ പറയുന്നത്. അതുകൊണ്ട് IP68 ഉണ്ട് IP69 വെച്ചിട്ട് പോയി നനയ്ക്കാനും മുക്കാനും അല്ലെങ്കിൽ ഹൈ പ്രഷർ ഹോസ്റ്റലൊക്കെ പിടിക്കാനും നിന്നാൽ ചിലപ്പോൾ പണി കിട്ടി കഴിഞ്ഞാൽ അവർ ഫ്രീ റീപ്ലേസ്മെന്റും കാര്യമൊന്നും തരില്ല, വാറണ്ടിയിലാണെങ്കിലും തരില്ല. അത് ഔട്ട് ഓഫ് വാറണ്ടി അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓർഡറിൽ എല്ലാ ബ്രാൻഡും മെൻഷൻ ചെയ്തിട്ടുണ്ട്, അത് മറക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സാംസങ് നോക്സിനെ കുറിച്ചാണ്. അപ്പോൾ സാംസങ് നോക്സ് വർക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റയർലി ഒരു ഡിഫറൻറ്റ് സംഭവമാണ്. എന്ന് വെച്ചാൽ ഒരു നിങ്ങൾ നോർമലി ഇടയ്ക്ക് വിവോൻ്റെ ഫോണിലും ഒപ്പോൻ്റെ ഫോണിലൊക്കെ അവർ ഇടയ്ക്കൊക്കെ പറഞ്ഞെടുക്കുക അവർക്ക് സെപ്പറേറ്റ് എന്താ പറയുക ക്യാമറ പ്രോസസ്സിങ് സെപ്പറേറ്റ് ചിപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് V3 അവനൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ സെപ്പറേറ്റ് ചിപ്പ് ലേറ്റസ്റ്റ് ഉണ്ടെങ്കിൽ V3 എന്നുകൊണ്ട് ചിപ്പ് ഉണ്ട്. അതേപോലെ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ സെക്യൂരിറ്റി പ്രൈവസി സംഭവങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു എന്താ പറയുക ഫ്ലാഗ്ഷിപ്പ് ഫോണുകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സാംസങ് ഹൈലി റെക്കമെൻഡ് ആണ് ആൻഡ്രോയിഡിൽ കേട്ടോ. അപ്പോൾ നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഇപ്പോൾ പിന്നെ ആപ്പിളിൻ്റെ ചക്ക മാങ്ങാന്ന് പറഞ്ഞിട്ട് പ്രൈവസിനെ കുറിച്ച് അഡ്വർടൈസ്മെൻറ്റ് കാലൊക്കെ ചെയ്യാതെ അപ്പോൾ പുറത്തൊന്നുമല്ലോ ശരിക്കും. അപ്പോൾ എല്ലാം കണക്ക് തന്നെയാണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലുള്ളത് സാംസങ് ആണ് മാത്രമല്ല, ഇത് പ്രമോഷണൽ സംഭവങ്ങളൊന്നും അല്ല. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് മാത്രമേ പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളിലേക്ക് എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലും ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട, നമ്മളതിലും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അടുത്ത കാണാം. ബൈ.